ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നിപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുള്ളൂ കേട്ടോ. നല്ല മഴയാണ്, നല്ല കാറ്റുമുണ്ട്, നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വീടാണ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ അനു വേഗം വന്നിട്ട് പേപ്പറൊക്കെ എടുത്ത് റെഡിയായി നമ്മൾ തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അവളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കുറേ ആയി തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അത് അത്ര വൃത്തിയൊന്നും ആവില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ 1-2 ഒക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ വീണ്ടും വീണ്ടും പേപ്പർ കൊണ്ടുവരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ആ പണി തൽക്കാലം നിർത്തി വെച്ചു. എന്നിട്ട് പിന്നെ അവൾ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ അടുക്കളയിലേക്കൊക്കെ പോയി. അപ്പോഴും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഇടിപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഏകദേശം എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെയും മഴ പെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നല്ല തണുത്ത കാറ്റും എല്ലാം വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ളിലായിട്ട് തന്നെ ഒരു ചെറിയ ചാല് പോലെ ഉണ്ട്, അവിടെയാണ് ഒഴുക്കി വിടുന്നത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ മഴയൊന്നും കൊള്ളില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ചെറിയ ചാലിൽ ചെറുതായിട്ടൊക്കെ ഒഴുക്കി വിട്ടു. അപ്പോൾ 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൽ ആ ഒന്ന് അനു ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്ര വൃത്തിയായിട്ടില്ല. പിന്നെ ഞങ്ങൾ പുറത്ത് വരിവെള്ളം പോവുമല്ലോ, അപ്പോൾ അവിടെ ഒഴുക്കി വിടാൻ പറഞ്ഞിട്ട് അവൾ ആ തോണിയൊക്കെ എടുത്തിട്ട് പോയിട്ടോ. അപ്പോൾ അങ്ങനെ അവളും അച്ഛനും കൂടി പോയിട്ട് ഒഴുക്കി വിടുകയാണ്. പക്ഷേ അത് നിറയെ വെള്ളം പോകുന്നത് കൊണ്ട് തോണിയൊക്കെ അങ്ങനെ കേട് വന്നു കേട്ടോ. വെറും പേപ്പറുകളായിട്ട് തന്നെ പോകാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം അപ്പോൾ അവൾ വീണ്ടും വന്നിട്ട് കുറേ എണ്ണം പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിക്കുന്നത് നല്ല രസമല്ലേ. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് ചൂടുള്ള ചായ കുടിക്കുക എന്ന് പറയുന്നത് നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചായയൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയി. അപ്പോൾ ചായ വെക്കുന്ന നേരമൊക്കെ ആയി. അപ്പോൾ ചായ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളിലൊക്കെ കുറേ നേരം അവൾ തോണിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതൊക്കെ വിടുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ അടുക്കളയ്ക്ക് പോയിട്ട് ചായയൊക്കെ വെക്കാനായിട്ട് പോയിട്ട്, അപ്പോൾ എൻ്റെ കൂടെ അന്വിക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ പാലൊക്കെ എടുത്തിട്ട് അടുക്കളയ്ക്ക് പോയിട്ടോ. അപ്പോൾ അൻവി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൻവിക്കുട്ടനാണെങ്കിൽ പാലും അതുപോലെ തന്നെ അനുവാണ് ചായ തന്നെയാണ് കുടിക്കുക. അപ്പോൾ അവനുള്ള പാലും അതുപോലെ തന്നെ അവൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ചായയും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അൻവിക്കുട്ടൻ ഓരോ സംശയങ്ങളാണ് എപ്പോഴും. അപ്പോൾ അവനങ്ങനെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ ഓരോ സംശയങ്ങൾ. അപ്പോൾ ഇപ്പോഴും നന്നായിട്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ വയ്ക്കുമ്പോൾ അവനത് കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ഓരോ വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ വെച്ചിട്ട് നല്ല മിച്ചറും ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചായയൊക്കെ തിളച്ച് വന്നു. അങ്ങനെ ചായ റെഡിയായി. അപ്പോൾ അവനുള്ള പാലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചായയും. ഞാൻ ചായ അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ ഇന്ന് നല്ല തണുപ്പായപ്പോൾ അങ്ങനെ ചായ കുടിക്കാനൊരാഗ്രഹം. അങ്ങനെ ഞാൻ ചായയൊക്കെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ കേട്ടോ. അപ്പം മിച്ചർ കണ്ടപ്പോൾ അന്യകൂട്ടന് അത് കഴിക്കാനായിരുന്നു. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഞാൻ ചായ വയ്ക്കാൻ പോയപ്പോൾ അതിന് 3-4 തോണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മഴ എപ്പോഴും നന്നായിട്ട് ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ മഴയൊക്കെ അങ്ങനെ കണ്ട് ഒരു ചായ അങ്ങോട്ട് ആസ്വദിച്ച് കുടിക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞു. അപ്പോൾ അവൾ ഉണ്ടാക്കിയ തോണികളൊക്കെ കൊണ്ട് പുറത്ത് വിടാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ തോണിയൊക്കെ ഉണ്ടാക്കി കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.